ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ലേണിംഗ് ലാഡറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുനിത വില്യംസിനെ കുറിച്ചാണ്. ക്ലാസ്സിലോട്ട് പോയാലോ? സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് 2024 ജൂൺ 5-നാണ്. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. ഇവരുടെ ദൗത്യ കാലയളവ് എന്ന് പറയുന്നത് 8 ദിവസമായിരുന്നു. സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർ ലൈനറിൽ ഹീലിയം ചോർച്ചയും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ തകരാറും സംഭവിച്ചു. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഇവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ വന്നത്. ഓക്കെ അല്ലേ? സുനിത വില്യംസിൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത്. സുനിത വില്യംസിൻ്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത്. നാസയുടെ സ്പേസ് എക്സ് ക്രൂ 9 മിഷൻ. ഈ ദൗത്യം അറിയപ്പെടുന്നത് USCV 9 എന്ന പേരിലാണ്. എന്താണ്? USCV 9 എന്ന പേരിലാണ് ഈ ദൗത്യം അറിയപ്പെടുന്നത്. റോക്കറ്റിൻ്റെ പേര് ഫാൽക്കൺ 9. റോക്കറ്റിൻ്റെ പേര് ഫാൽക്കൺ 9. ദൗത്യത്തിലെ യാത്രികർ നിക്ക് ഹേഗ് നാസ, അലക്സാണ്ടർ ഗോർബനോവ് റോസ്കോമോസ്. അപ്പോൾ ഈ യാത്രികരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ആദ്യ വനിതാ പൈലറ്റായി സുനിത വില്യംസ് മാറി. ഈ യാത്രയിലൂടെയാണ് ആദ്യ വനിതാ പൈലറ്റായിട്ട് സുനിത വില്യംസ് മാറിയത്. ഈ യാത്രയിൽ സുനിത വില്യംസ് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത് ഏകദേശം 4576 തവണയാണ്. 4576 തവണയാണ് സുനിത വില്യംസ് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത്. ഇതിലൂടെ സുനിത വില്യംസിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച രണ്ടാമത്തെ വ്യക്തിയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയാണ്. ഓക്കെ അല്ലേ? അവിടെ ഇവർ നടത്തിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ എന്ന് പറയുന്നത് 1. സസ്യങ്ങളുടെ വളർച്ച, 2. സ്റ്റെം സെൽ ടെക്നോളജി, 3. മൈക്രോ ഓർഗാനിസങ്ങളുടെ നിലനിൽപ്പ്. എന്തൊക്കെയാണ്? സസ്യങ്ങളുടെ വളർച്ച, സ്റ്റെം സെൽ ടെക്നോളജി, മൈക്രോ ഓർഗാനിസങ്ങളുടെ നിലനിൽപ്പ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരിച്ചെത്തിയത് 2025 മാർച്ച് 18-നാണ്. 2025 മാർച്ച് 18 ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ് ചെയ്ത സ്ഥലം ഫ്ലോറിഡയിലെ ഗൾഫ് ഓഫ് മെക്സിക്കോ. സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 286 286 ദിവസങ്ങളാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്ന സമയം 62 മണിക്കൂർ 6 മിനിറ്റ്. 62 മണിക്കൂർ 6 മിനിറ്റുമാണ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് പെഗ്ഗി വിറ്റ്സൺ ആണ്. 675 ദിവസം. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് സുനിത വില്യംസ്. 608 ദിവസം. 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത കൂടിയാണ് സുനിത വില്യംസ്. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജ കൂടിയാണ് സുനിത വില്യംസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.